ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ ഗുജറാത്ത് ദാദ്ര നഗർ ഹവേലി സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സിൽവാസയിൽ 2587 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കമിടും. ഇന്ന് ജൻ ഔഷധി ദിവസ്. ദിനാചരണം പദ്ധതിയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും ജനറിക് മരുന്നുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി. 4 വർഷത്തിനുള്ളിൽ ഇന്ത്യ സ്വന്തമായി ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റ് വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇന്നും നാളെയും താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കുമെന്ന് മുന്നറിയിപ്പ്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ജയന്റ്സ് ഡൽഹി ക്യാപിറ്റൽസുമായി ഏറ്റുമുട്ടും. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ ഗുജറാത്ത് ദാദ്ര നഗർ ഹവേലി സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ദാദ്ര നഗർ ഹവേലി ദാമൻ ദിയുവിൽ ഇന്ന് രാവിലെ എത്തുന്ന പ്രധാനമന്ത്രി സിൽവാസയിലെ സെയ്ലി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ 2587 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടുകയും മറ്റ് പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യും. സിൽവാസയിൽ പൊതുസമ്മേളനത്തെയും ശ്രീ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. തുടർന്ന് സൂറത്ത് ഭക്ഷ്യസുരക്ഷാ ക്യാമ്പയിന് തുടക്കം കുറിക്കുന്നതിന് അദ്ദേഹം ഗുജറാത്തിലേക്ക് പോകും. നാളെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ നവ്സാരിയിൽ ലഖ്പതി ദീദി സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. 25,000-ലധികം സ്വയം സഹായ സംഘങ്ങളിലെ 2.5 ലക്ഷത്തിലധികം വനിതകൾക്ക് 450 കോടിയിലധികം രൂപയുടെ ധനസഹായം അദ്ദേഹം വിതരണം ചെയ്യും. ഇന്ത്യയുടെ നേട്ടങ്ങളും വിജയങ്ങളും ലോകമെമ്പാടും പ്രതീക്ഷയുടെ പുതുതരംഗത്തിന് കാരണമായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ലോകം മുഴുവൻ ഇന്ത്യയുടെ യുഗമാണെന്ന് പറയുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ ഇന്ന് ആഗോള വളർച്ചയെ നയിക്കുകയും വികസനത്തിന്റെ പാതയിൽ വേഗത്തിൽ നീങ്ങുകയും ചെയ്യുന്നതായി ന്യൂഡൽഹിയിൽ ഒരു സ്വകാര്യ വാർത്താ ചാനൽ സംഘടിപ്പിച്ച പരിപാടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശ്രീ മോദി പറഞ്ഞു. पूरी दुनिया कह रही है कि ये भारत की सदी है. भारत की उपलब्धियों ने, भारत की सफलताओं ने पूरे विश्व में एक नई उम्मीद जगाई है. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇന്ത്യ ലോകത്തിലെ 2ാമത്തെ വലിയ സ്റ്റീൽ ഉൽപാദക രാഷ്ട്രമായും 2ാമത്തെ വലിയ മൊബൈൽ ഫോൺ നിർമ്മാതാവായും 3ാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയായും മാറിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സൌരോർജ്ജ ശേഷിയിൽ മികച്ച 5 രാജ്യങ്ങളിൽ ഇന്ത്യയും ഉൾപ്പെടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ദേശീയ കോൺഫറൻസ് നാളെ ന്യൂഡൽഹിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉദ്ഘാടനം ചെയ്യും. നാരീശക്തിയിലൂടെ വികസിത ഭാരതം എന്നതാണ് പരിപാടിയുടെ പ്രമേയം. വനിതാ ശിശു വികസന മന്ത്രാലയമാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള വനിതാ പ്രതിനിധികൾ, അന്താരാഷ്ട്ര സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. ഇന്ന് ജൻ ഔഷധി ദിവസ്. പദ്ധതിയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും ജനറിക് മരുന്നുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ദിനാചരണം. എല്ലാവർക്കും താങ്ങാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള ജനറിക് മരുന്നുകൾ ലഭ്യമാക്കുക എന്നതാണ് 2008-ൽ തുടക്കമിട്ട പ്രധാൻമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ എല്ലാ ജില്ലകളിലുമായി 15,000-ലധികം ജൻ ഔഷധി കേന്ദ്രങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. പദ്ധതി വഴി വിപണി വിലയേക്കാൾ 50% മുതൽ 80% വരെ കുറഞ്ഞ വിലയ്ക്ക് മരുന്നുകൾ നൽകുന്നു. ദിനാചരണത്തോടനുബന്ധിച്ച് കെമിക്കൽസ് ആന്റ് ഫെർട്ടിലൈസേഴ്സ് മന്ത്രാലയം രാജ്യത്തുടനീളം ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അടുത്ത 4 വർഷത്തിനുള്ളിൽ ഇന്ത്യ സ്വന്തമായി ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റ് വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പൊതുമേഖലാ ഉദ്യോഗസ്ഥർക്കുള്ള AI അധിഷ്ഠിത കാര്യക്ഷമതാ ചട്ടക്കൂട്, GOT AI പ്ലാറ്റ്ഫോം, ഇന്ത്യ AI മിഷന് കീഴിലുള്ള നിർമ്മിത ബുദ്ധി സംരംഭങ്ങൾ തുടങ്ങിയവ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 10,000 ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റുകൾ എന്ന ലക്ഷ്യം മറികടന്ന് നിലവിൽ 14,000 GPUകളിൽ എത്തിനിൽക്കുകയാണെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. 50 GPUs is our biggest supercomputer, and this is 14,000 GPUs already in place, and this is just the beginning. Every quarter we will add more compute, and this will create the opportunities for everybody. ഇന്ത്യയുടെ AI മോഡൽ GPU ലോകത്തിലെ തന്നെ ഏറ്റവും ചെലവ് കുറഞ്ഞതായിരിക്കും. 40% സർക്കാർ സബ്സിഡിക്ക് ശേഷം മണിക്കൂറിന് 67 രൂപയായിരിക്കുമെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. കേന്ദ്ര സാഹിത്യ അക്കാദമി ഇന്നു മുതൽ ഈ മാസം 12 വരെ ന്യൂഡൽഹിയിലെ രബീന്ദ്ര ഭവനിൽ സാഹിത്യോത്സവ് സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് മേള ഉദ്ഘാടനം ചെയ്യും.
23 ഭാഷകളിലായി സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്ന ചടങ്ങിൽ പ്രശസ്ത ഇംഗ്ലീഷ് നാടകകൃത്ത് മഹേഷ് ദത്താനി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഏഷ്യയിലെ ഏറ്റവും വലിയ സാഹിത്യോത്സവമാണ് ഇത്. 50ലധികം ഭാഷകളെ പ്രതിനിധീകരിച്ച് 100ലധികം സെഷനുകളിലായി 700ഓളം എഴുത്തുകാർ ഇതിൽ പങ്കെടുക്കും. ഇന്ത്യൻ സാഹിത്യ പാരമ്പര്യങ്ങൾ എന്നതാണ് മേളയുടെ പ്രമേയം. സിഐഎസ്എഫിൽ അടുത്ത 2 വർഷം കൊണ്ട് 20,000-ലധികം പേരെ നിയമിക്കുമെന്ന് ഡയറക്ടർ ജനറൽ രജ്വീന്ദർ സിംഗ് ഭാട്ടി. സേനയിലെ വനിതകളുടെ ഒരു സംഘം എവറസ്റ്റ് കൊടുമുടി കീഴടക്കാൻ തയ്യാറെടുക്കുകയാണെന്നും അദ്ദേഹം ചെന്നൈയിൽ അറിയിച്ചു. ആധുനിക സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ നടപടികൾ സ്വീകരിച്ചുവരികയാണെന്നും അദ്ദേഹം പരാമർശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ MSCയുടെ ജേഡ് സർവീസിലേക്ക് വിഴിഞ്ഞം തുറമുഖത്തെ ഉൾപ്പെടുത്തി. ജേഡ് സർവീസിലെ MSC മിയ എന്ന കപ്പൽ ഇന്ന് വിഴിഞ്ഞത്തെത്തും. ഇതോടെ ഈ സർവീസിലെ ദക്ഷിണേഷ്യയിലെ പ്രധാന കേന്ദ്രമായി വിഴിഞ്ഞം മാറും. ജേഡ് സർവീസിലൂടെ ഇനി മുതൽ വിഴിഞ്ഞത്ത് നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നേരിട്ട് ചരക്കുകൾ കൊണ്ടുപോകാൻ കഴിയും. 193 കപ്പലുകളിൽ നിന്നായി 3.83 ലക്ഷം TEU ചരക്കാണ് വിഴിഞ്ഞത്ത് ഇതുവരെ കൈകാര്യം ചെയ്തത്. കണ്ണൂർ ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളെയും ഈ മാസം 20-ന് മുൻപ് സമ്പൂർണ്ണ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കാൻ തീരുമാനം. മാലിന്യമുക്ത നവകേരളം ജില്ലാ ക്യാമ്പയിൻ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ഈ മാസം 25-നകം ബ്ലോക്ക് കോർപ്പറേഷൻ തലത്തിലും പ്രഖ്യാപനമുണ്ടാകും. മാർച്ച് 30-നകം ജില്ലാതല പ്രഖ്യാപനം നടത്തുവാനും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ TJ അരുണിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. ക്യാമ്പയിൻ നടത്തിപ്പിൽ പിന്നോക്കം നിൽക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ പ്രത്യേക ഇടപെടൽ നടത്തും. മാലിന്യമുക്ത പ്രഖ്യാപനത്തിന് മുൻപ് തദ്ദേശ സ്ഥാപനങ്ങൾ ക്യാമ്പയിനിന്റെ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് ജോയിന്റ് ഡയറക്ടർ നിർദ്ദേശിച്ചു. മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ പെൺകുട്ടികളെ മുംബൈ ലോണോവാലയിൽ നിന്ന് കണ്ടെത്തി. കഴിഞ്ഞ ദിവസം കാണാതായ താനൂർ ദേവദാർ സ്കൂളിലെ +2 വിദ്യാർത്ഥിനികളെയാണ് 2ാം ദിവസം ട്രെയിനിൽ സഞ്ചരിക്കവെ റെയിൽവേ പോലീസ് കണ്ടെത്തിയത്. കേരള പോലീസ് നൽകിയ വിവരങ്ങൾ പിന്തുടർന്ന് റെയിൽവേ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ ചെന്നൈ എഗ്മോർ എക്സ്പ്രസിൽ നിന്ന് കണ്ടെത്തിയത്. റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലാണ് കുട്ടികൾ. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇന്നും നാളെയും താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ, മലപ്പുറം ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട്. പകൽ 10 മുതൽ 3 മണിവരെ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. 86ാമത് ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത നദീ കമ്മീഷന്റെ ആദ്യ യോഗം കൊൽക്കത്തയിൽ ഇന്നലെ ചേർന്നു. 11-അംഗ ബംഗ്ലാദേശ് സംഘം ഇന്ത്യൻ പ്രതിനിധികളുമായി വിശദമായ ചർച്ച നടത്തി. സാങ്കേതിക സമിതി രൂപീകരിച്ചു. ഈ സമിതി ഇന്ന് യോഗം ചേർന്ന് ഗംഗാ നദീജലം പങ്കിടൽ കരാറിന്റെ ഭാവി സംബന്ധിച്ച് ശുപാർശ ചെയ്യും. ബംഗ്ലാദേശുമായി നിലവിലുള്ള ഗംഗാ നദീജലം പങ്കിടൽ കരാർ അടുത്ത വർഷം അവസാനിക്കാനിരിക്കെയാണ് പുതിയ ശുപാർശകൾ രൂപീകരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്ന മറ്റ് നദികളുടെ ജലം പങ്കിടുന്നതിനെക്കുറിച്ചും സംഘം ശുപാർശകൾ നൽകും. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് UP വാരിയേഴ്സിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഇന്ന് ലക്നൌവിൽ ഗുജറാത്ത് ജയന്റ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30-നാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി FCയെ നേരിടും. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ പഞ്ചാബ് FC ഹൈദരാബാദ് FCയെ 3-1-ന് പരാജയപ്പെടുത്തി. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ മുൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രി ദേശീയ ടീമിലേക്ക് തിരിച്ചെത്തുമെന്ന് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ. ഈ മാസം 19-ന് ഷില്ലോങ്ങിൽ മാലിദ്വീപിനെതിരെയുള്ള ഇന്ത്യയുടെ സൌഹൃദ മത്സരത്തിൽ സുനിൽ ഛേത്രി കളിക്കും. തുടർന്ന് ആദ്യ യോഗ്യതാ മത്സരത്തിൽ അതേ വേദിയിൽ ബംഗ്ലാദേശിനെ ഇന്ത്യ നേരിടും. കഴിഞ്ഞ വർഷം ജൂണിൽ ഛേത്രി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ ഗുജറാത്ത് ദാദ്ര നഗർ ഹവേലി സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സിൽവാസയിൽ 2587 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കമിടും. ഇന്ന് ജൻ ഔഷധി ദിവസ്. ദിനാചരണം പദ്ധതിയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും ജനറിക് മരുന്നുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി. 4 വർഷത്തിനുള്ളിൽ ഇന്ത്യ സ്വന്തമായി ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റ് വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇന്നും നാളെയും താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കുമെന്ന് മുന്നറിയിപ്പ്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ജയന്റ്സ് ഡൽഹി ക്യാപിറ്റൽസുമായി ഏറ്റുമുട്ടും. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30-ന്.